ഇന്നത്തെ നമ്മുടെ യാത്ര നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പല്ലവ കാലഘട്ടത്തിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ്. മടവൂർ പാറ. മടവൂർ പാറയും അവിടുത്തെ പ്രസിദ്ധമായ ഗുഹാക്ഷേത്രത്തിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. തിരുവനന്തപുരം ജില്ലയിൽ പോത്തങ്കോടിനും ചെമ്പരത്തിക്കുമിടയിൽ ചെങ്കോട്ടുകോണത്താണ് മടവൂർ പാറ സ്ഥിതി ചെയ്യുന്നത്. 9-ാം നൂറ്റാണ്ടിൽ പല്ലവ കാലഘട്ടത്തിൽ പണികഴിപ്പിച്ചതെന്ന് കരുതുന്ന മടവൂർ പാറ ഗുഹാക്ഷേത്രം സമുദ്രനിരപ്പിൽ നിന്നും 1800 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള ഗവൺമെന്റിന്റെ പുരാവസ്തു വകുപ്പിന് കീഴിൽ സംരക്ഷിക്കപ്പെട്ട പ്രാചീന ഗുഹാക്ഷേത്രവും പുരാവസ്തു സ്മാരകവും ഇവിടെയുണ്ട്. കേരളത്തിലെ പല ഗുഹാക്ഷേത്രങ്ങളും ജൈനക്ഷേത്രങ്ങളോ വൈഷ്ണവ ക്ഷേത്രങ്ങളോ ആകുമ്പോൾ ഇത് ശിവക്ഷേത്രമാണ്. ചെങ്കോട്ടുകോണം ആശ്രമത്തിന്റെ അധീനതയിലുള്ള വളരെ പുരാതനമായ സംസ്കാരം വിളിച്ചോതുന്ന ഈ ക്ഷേത്രത്തിന്റെ നിർമ്മിതിയിൽ പുറത്തുനിന്ന് ഒരു കല്ലുപോലും കൊണ്ടുവന്നിട്ടില്ല. ക്ഷേത്രത്തിന്റെ തൂണുകളും വശങ്ങളിലുള്ള സുബ്രഹ്മണ്യന്റെയും ഗണപതിയുടെയും വിഗ്രഹങ്ങളും ശ്രീകോവിലുള്ളിലെ പീഠവും ശിവലിംഗവും എല്ലാം പാറ തുറന്നുണ്ടാക്കിയതാണ്. ഇത്തരം ക്ഷേത്രങ്ങളും കേരളത്തിൽ അപൂർവമാണ്. ഒറീസയിലെ കണ്ഠഗിരി, ഉദയഗിരി ജൈന സംസ്കാരങ്ങളോട് താരതമ്യപ്പെടുത്താവുന്നതും സമാനതകളുള്ളതുമാണ് ഈ ക്ഷേത്രം. ചതുരാകൃതിയിൽ പാറയ്ക്കുള്ളിലേക്ക് തുരന്ന് നിർമ്മിച്ചിരിക്കുന്ന ശിവക്ഷേത്രത്തിന് 1300 വർഷം പഴക്കം കണക്കാക്കുന്നു. രാവിലെ 6 മുതൽ 10 വരെയും വൈകുന്നേരം 5 മുതൽ 12 വരെയും നട തുറന്നിരിക്കും. പാറമുകളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന നീർച്ചാലും അത് എത്തിച്ചേരുന്ന ഗംഗാ തീർത്ഥവും ആകർഷണീയമാണ്. ഒറ്റപ്പാറയിൽ കൊത്തിയെടുത്തതിനാൽ അതിന്റെ വാസ്തുവിദ്യയ്ക്ക് പേരുകേട്ട ഈ ക്ഷേത്രം വ്യൂ പോയിന്റിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന് മുകളിലേക്ക് കയറുവാൻ പാറയിൽ തന്നെ പടവുകൾ കൊത്തിവെച്ചിരിക്കുന്ന 33 പടികളുമുണ്ട്. പടികൾ തീരുന്നിടത്ത് കുറച്ചു ഭാഗം ക്ഷേത്ര ദർശനത്തിനായി പാറ ചെത്തിയൊരുക്കിയിട്ടുണ്ട്. ദർശനം കഴിഞ്ഞ് ഈ സ്റ്റെയർ വഴിയാണ് താഴേക്ക് ഇറങ്ങുന്നത്. 8-ാം നൂറ്റാണ്ടിലെ ബുദ്ധമത ക്ഷേത്രമായിരുന്നു ഇതെന്നും ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായമുണ്ട്. തൂണുകളിൽ വട്ടെഴുത്തും കാണാം. ഇനി നമുക്ക് പാറയുടെ മുകളിലേക്കുള്ള വ്യൂ പോയിന്റിലേക്ക് പോകാം. ഇവിടുത്തെ പ്രധാന ആകർഷണവും ഇതുതന്നെയാണ്. പാറ കൊണ്ട് നിർമ്മിച്ച കൽപ്പടവുകൾ തന്നെയാണ് ഇവിടെ. 22 ഏക്കർ വിസ്തൃതിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വിവിധ പുരാവസ്തു ചരിത്ര പ്രാധാന്യങ്ങൾ ഉൾക്കൊള്ളുന്നതും കൊത്തിയെടുത്ത ഗുഹാക്ഷേത്രത്തിനും മുളങ്കാടിനും പേരുകേട്ടതുമായ ഈ സ്ഥലം തിരുവനന്തപുരത്തുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ്. 2016 ഒക്ടോബർ 20-നാണ് ഇത് സന്ദർശകർക്കായി തുറന്നുകൊടുത്തത്. കല്ലുപാകിയ വഴിയിലൂടെയുള്ള യാത്ര. പാറയിലൂടെയുള്ള സുരക്ഷിത യാത്രയ്ക്ക് വേണ്ടി ഒരു ചെറിയ കയറ് കെട്ടിയിട്ടുണ്ട്. അതിൽ പിടിച്ച് സ്ലിപ്പാകാതെ പോകാം. ആംഫി തിയേറ്റർ, ഫ്ലോട്ടിംഗ് കോട്ടേജുകൾ, വാട്ടർ ഫൗണ്ടനുകൾ, കഫ്തീരിയ, കൽപ്പാതകളും ബെഞ്ചുകളും ഉൾപ്പെടെയുള്ള കൂടുതൽ ഇരിപ്പിട സൗകര്യങ്ങൾ, അമിനിറ്റി സെന്റർ, പച്ചക്കുടിലുകൾ തുടങ്ങിയവയൊക്കെ വരും വർഷങ്ങളിൽ ഉൾപ്പെടുത്താൻ പോകുന്ന സവിശേഷതകളാണെന്ന് പറയുന്നു. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ മനോഹരമായ രീതിയിൽ സ്റ്റെപ്പുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മടവൂർ പാറയുടെ മുകളിലത്തെ കാഴ്ചകൾ കാണാം.
കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് 2016 ഇത് ഉദ്ഘാടനം ചെയ്തത്. സന്ദർശകർക്ക് വിശ്രമിക്കാനും വേദി ആസ്വദിക്കാനും മുള കൊണ്ടുണ്ടാക്കിയ ധാരാളം ചെറിയ വിശ്രമ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. കുന്നിൻ മുകളിൽ നിന്നുള്ള ഈ ഒരു വ്യൂ, പച്ചിപ്പണിഞ്ഞ പ്രകൃതിയും തിരുവനന്തപുരം നഗരത്തിന്റെ കാഴ്ചയും ഒക്കെ കണ്ണിനൊരു കുളിർമഴ തന്നെയാണ്. പ്രദർശനങ്ങൾ, മറ്റ് നിരവധി സാഹിത്യ സാംസ്കാരിക പരിപാടികൾ എന്നിവയുൾപ്പെടെ ഭാവി സംരംഭങ്ങൾക്കായി ഒരു തുറന്ന വേദിയും ഇവിടെയുണ്ട്. 100 മീറ്റർ നീളത്തിൽ നിർമ്മിച്ചിരിക്കുന്ന മുളപ്പാലം ഇവിടുത്തെ ഏറ്റവും മികച്ച സൗകര്യങ്ങളിലൊന്നാണ്. പക്ഷേ അത് പ്രവർത്തന സജ്ജമല്ല. ഈ ബാംബു ബ്രിഡ്ജിന്റെ പേരിലായിരുന്നു ഈ സ്ഥലം പ്രസിദ്ധമായത്. പക്ഷേ അറ്റകുറ്റപ്പണികളൊന്നും നടക്കാത്തത് മൂലം ഇപ്പൊ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിന്റെയും അറബിക്കടലിന്റെയും മനോഹരമായ കാഴ്ച നൽകുന്ന ഇടം കൂടിയാണ് ഈ പാറയുടെ പ്രദേശം. കുട്ടികൾക്ക് സന്തോഷകരമായ സമയം ചെലവഴിക്കാൻ മതിയായ ഇടം നൽകുന്ന ഒരു പാർക്കും ഇവിടെയുണ്ട്. വിവിധ പുരാവസ്തു ചരിത്ര പ്രാധാന്യങ്ങൾ ഉൾക്കൊള്ളുന്നതും കൊത്തിയെടുത്ത ഗുഹാക്ഷേത്രത്തിനും മുളങ്കാടിനും പേരുകേട്ടതുമായ ഈ സ്ഥലം തിരുവനന്തപുരത്തുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ്. ബൈ ബൈ.